നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ 27ാമത് സ്വാമി ആതുരദാസ്ജി പുരസ്കാര വിതരണ ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ അശോക ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആലപ്പുഴ സ്വദേശിനി കൂടിയായ ഡോക്ടർ ഷമീന സലീം മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ TN പരമേശ്വർ കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി പദ്ധതിയിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കമായി. 11.75 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു. പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരാനുമോദനം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ S. അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. ഞാറകുളങ്ങര അക്ഷര വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെയും മക്കൾക്ക് വിദേശ പഠനം നടത്താനും സർക്കാർ സഹായം നൽകി വരുന്നുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ള ഒറ്റ കാര്യതേ ഉള്ളൂ: സേവനം. അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറാനുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കർമ്മനിരതരായി പ്രവർത്തിക്കുക. ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കുന്നത് നിരന്തരം പരിശ്രമത്തിലൂടെയാണ്. അല്ല, ഒരാളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. SSLCക്ക് ഫുൾ A+ കിട്ടിയത് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല കേട്ടോ. +2 ചിലപ്പോൾ വട്ടപ്പൂജയായിരിക്കും കിട്ടുന്നത്. നിരന്തരം പരിശ്രമമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. മനസ്സിൽ അഹങ്കാരം ഉണ്ടാകരുത്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഉജ്ജ്വലമായ വിജയം നേടുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ ഇതേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ സംസ്ഥാനത്ത് 1016 വിദ്യാർത്ഥികൾക്കാണ് മികവ് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നത്. 31 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, മെമ്പർ അജിത ശശി, മത്സ്യഫെഡ് ചെയർമാൻ T. മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P. സഹദേവൻ, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ PS ബാബു, TS രാജേഷ്, കടാശ്വാസ കമ്മീഷൻ അംഗം C. ഷാംജി, തീരദേശ വികസന കോർപ്പറേഷൻ അംഗം PI ഹാരിസ്, മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഷാനവാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മികവ് 2024 ഭാഗമായി VR രമേശ് എൻഡോവ്മെന്റ് അവാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ 27ാമത് സ്വാമി ആതുരദാസ്ജി പുരസ്കാര വിതരണ ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ അശോക ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആലപ്പുഴ സ്വദേശിനി കൂടിയായ ഡോക്ടർ ഷമീന സലീം മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ TN പരമേശ്വർ കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ 27ാമത് സ്വാമി ആതുരദാസ്ജി പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഹോട്ടൽ അശോക ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴ സ്വദേശിനി കൂടിയായ ഡോക്ടർ ഷമീന സലീമിന് പുരസ്കാരം കൈമാറി.
സാംക്രമിക രോഗ പ്രതിരോധ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി വഴി കുട്ടനാട്ടിലെ വിവിധ ജനവാസ മേഖലകളിൽ നേരിട്ട് നടത്തിയ സേവനങ്ങളും മൈഗ്രെയിൻ ചികിത്സാ രംഗത്തെ മികവടക്കം പരിഗണിച്ചാണ് ഡോക്ടർ ഷമീന സലീമിന് പുരസ്കാരം നൽകിയത്. പുരസ്കാര സമർപ്പണത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനവും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. അലോപ്പതി ആയുർവേദത്തോടൊപ്പം ഒരു സമാന്തര ചികിത്സാ രീതിയായി ഹോമിയോപ്പതി വളർന്നുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഹോമിയോ ചികിത്സ ഇഷ്ടപ്പെടുന്ന താൽപ്പര്യമുള്ള വലിയൊരു വിഭാഗം മലയാളികൾ ഇന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും വലിയ പരിഗണനയാണ് ഹോമിയോപ്പതിക്ക് നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അലോപ്പതി ആയുർവേദത്തോടൊപ്പം ഒരു സമാന്തര ചികിത്സാ രീതിയായി ഹോമിയോപ്പതി വളരുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഹോമിയോ ചികിത്സ ഇഷ്ടപ്പെടുന്നവരും താല്പര്യപ്പെടുന്നവരും കൃത്യമായി ആ ചികിത്സ മാത്രം ചെയ്യുന്നവരുമായ വലിയൊരു വിഭാഗം മലയാളികൾ എന്നുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റും ആരോഗ്യവകുപ്പും നല്ല പരിഗണനയാണ് ഹോമിയോ മേഖലയ്ക്ക് നൽകുന്നത്. ചലച്ചിത്ര ഗാനരചയിതാവ് ഡോക്ടർ മനു മഞ്ജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. കേരള ഹോമിയോ ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ ടി.എൻ. പരമേശ്വർ കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹോമിയോ ശാസ്ത്രം ചീഫ് എഡിറ്റർ ഡോക്ടർ എസ്.ജി. ബിജു പുരസ്കാര ജേതാവിനെ സദസ്സിന് പരിചയപ്പെടുത്തി. വനവികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് സ്വാമി ആതുരദാസ് അനുസ്മരണവും സഹ്യ ചെയർമാൻ ഡോക്ടർ വി. അമീർ മുഖ്യ പ്രഭാഷണവും നടത്തി. സഹ്യ സെക്രട്ടറി ഡോക്ടർ രാകേഷ് കൃഷ്ണ, ഡോക്ടർ ഇ.കെ. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോമിയോ ശാസ്ത്രവേദി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിനോയ് എസ്. വല്ലഭശ്ശേരി ചടങ്ങിന് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി പദ്ധതിയിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കമായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി പദ്ധതിയിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കമായി. ബെയിലിംഗ് മെഷീൻ, കൺവെയർ ബെൽറ്റ് എന്നിവയുടെ പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചത്. ഹരിതകർമ്മസേന സംഭരിച്ചെത്തിക്കുന്ന മാലിന്യങ്ങൾ കൺവെയർ ബെൽറ്റ് വഴി ശാസ്ത്രീയമായി തരംതിരിച്ച് ബെയിലിംഗ് മെഷീനിൽ പ്രസ് ചെയ്ത് പാക്കറ്റുകളിലാക്കി ഇവിടെ നിന്ന് ക്ലീൻ കേരളയ്ക്ക് കൈമാറും. 13-ാം വാർഡിലെ വലിയ പറമ്പ് നഗറിൽ പഞ്ചായത്ത് വക സ്ഥലത്താണ് 11.75 ലക്ഷം രൂപ ചെലവിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചത്. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാം നമുക്ക് ഭംഗിയായി പരിഹരിച്ച് ഇവിടെ ഇപ്പോൾ വെയിലിംഗ് മെഷീനും കൺവെയർ ബെൽറ്റും രണ്ട് സ്കീമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. 23,50,000 രൂപയാണ് സ്കീമിന്റെ ഭാഗമായി പഞ്ചായത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. നിശ്ചയമായി നമുക്ക് അത് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കാനും അത് തരംതിരിച്ച് കൃത്യമായി അത് ബെയിൽ ചെയ്ത് കൊടുക്കാനും കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് വളരെ ശാസ്ത്രീയമായി തന്നെ ഇവിടെ കൈവരിക്കുകയാണ്. നിശ്ചയമായും നേരത്തെ സാധാരണ കൊടുക്കുമ്പോൾ 4 രൂപ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് ബെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ 9 രൂപ കിട്ടുമെന്നാണ് അന്വേഷണം. 9 അപ്പൊ നമ്മുടെ കിട്ടിക്കൊണ്ടതിനൊക്കെ ഇരട്ടിയിൽ കൂടുതൽ വരുമാനം നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം കൂടിയാണ്. കൂടുതൽ നമുക്കത് ശേഖരിക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, വിനോദ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിറ്റി തോമസ്, പഞ്ചായത്ത് അംഗം സുധർമ്മ ബൈജു, മറ്റ് ജനപ്രതിനിധികൾ ജോയിന്റ് BDO A. ഗോപൻ, VEO SJ രാജേഷ്, രമ്യ, VT അമ്പിളി, സോണിമോൾ, KA സാഹിർ, NP വിദ്യാനന്ദൻ, KP സത്യകീർത്തി, VA ജാക്സൺ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് PK പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മുതൽ നിരന്തരമായി വിളിക്കുകയും
നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് ജനങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാന സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യമാണ്. എല്ലാവരുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ജോലിക്ക് പോകാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെയാണ് ഇന്ന് കളക്ടറേറ്റ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇത് കഴിഞ്ഞ കളക്ടറുമായി സംസാരിച്ച് ചർച്ചയിലേക്ക് എത്തും. നിരവധി തവണ കളക്ടറെ നേരിട്ട് കാണുകയും മെയിൽ വഴി സന്ദേശങ്ങൾ അയക്കുകയും ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടും കളക്ടർ അരൂർ വരുമ്പോഴൊന്നും ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ പ്രസിഡന്റ് എന്ന നിലയിലോ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ എന്ന നിലയിലോ യാതൊരുവിധ അറിയിപ്പുകളും നൽകാതെ വരികയും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇ ഇർഷാദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികളായ വി കെ മനോഹരൻ, എം പി ബിജു, സി കെ പുഷ്പൻ, എ അലക്സ്, ഇ വി തിലകൻ, ബി കെ ഉദയകുമാർ, കെ എ നൌഷാദ്, ഇബ്രാഹിംകുട്ടി, സീനത്ത്, ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടറുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ തിരുത്തുക, ഹൈവേ കുഴിക്കുന്ന മണ്ണും ചെളിയും വിറ്റ് കോടികൾ ലാഭം കൊയ്യുന്ന ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്തുക, ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അന്യായമായി 5 ദിവസം പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി നൽകിയ തെറ്റായ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ജനപ്രതിനിധികൾ ഉന്നയിച്ചു. പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരാനുമോദനം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ S. അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരാനുമോദനം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്പേസ് മുൻപെല്ലാം ഒരുപക്ഷെ നാം സ്വീകരിച്ച നിലപാടിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള നിലപാട് പ്രാക്ടിക്കലായി സ്വീകരിക്കുന്നതായിരുന്നു. ഇതിപ്പോ യുക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്നത് നമുക്ക് നേരെ കാണാൻ വേണ്ടി ഒരു കാഴ്ചയാണ്. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിലെ കണക്ക് പറഞ്ഞാൽ അന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിലെ 11 കുട്ടികൾ യുക്രൈനിൽ മാത്രം MBBS പഠിക്കാൻ പോയിട്ടുണ്ട്. 11 പേർ. അതായത് ഈ അറ്റാക്ക് ഉണ്ടായ സ്ഥലത്ത് മാത്രം 11 പേരും ബംഗാളിൽ താമസിച്ച കുട്ടികളാണ്. ആ 11 പേരിൽ മെജോറിറ്റി പെൺകുട്ടികളാണ്. ഈ 11 പേരുടെ വീട്ടിൽ ഞാൻ പോയതാണ്. അത് ചില കുട്ടികളോട് മികച്ച വിജയ ശതമാനം കൈവരിച്ച പറവൂർ ഗവൺമെന്റ് HSS, സെയിന്റ് ജോസഫ്സ് HS എന്നീ സ്കൂളുകൾക്കുള്ള അനുമോദനവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളും H. സലാം MLA ചടങ്ങിൽ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ S. അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, SD കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S. ലക്ഷ്മി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം H. സുബേർ, സെയിന്റ് ജോസഫ്സ് ഹൈസ്കൂൾ HM സെബാസ്റ്റ്യൻ കാർഡോസ്, പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് AP ബൈജു ബാസ്റ്റിൻ, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി KC അജിത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലൈബ്രറി സെക്രട്ടറി KV രാകേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. ഞാറകുളങ്ങര അക്ഷര വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. ഞാറകുളങ്ങര അക്ഷര വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അക്ഷര വായനശാല മുൻ രക്ഷാധികാരി ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് T. ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുമാർ ചേർത്തല, മോളിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KG സ്വാതികൻ ചടങ്ങിന് സ്വാഗതവും രക്ഷാധികാരി അശോകൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തെ തുടർന്ന് 2 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ 27ാമത് സ്വാമി ആതുരദാസ് ജി പുരസ്കാര വിതരണ ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ അശോക ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആലപ്പുഴ സ്വദേശിനി കൂടിയായ ഡോക്ടർ ഷെമീന സലീം മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ TN പരമേശ്വർ കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി പദ്ധതിയിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കമായി. 11.75 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം എച്ച് ഇസ്ലാം MLA നിർവഹിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന് അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു. പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരാനുമോദനം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് ഇസ്ലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ എസ് അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. ഞാറകുളങ്ങര അക്ഷര വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.